ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ ഒന്നാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച. നമ്മൾ ക്രിസ്മസ് സീസണൊക്കെ കഴിഞ്ഞു ഒരു പുതിയ ആരാധനാക്രമ ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആണ്ടുവട്ടം ഒന്നാമത്തെ ആഴ്ചയാണ്. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് ഈശോനാഥൻ ഗലീലയിലൂടെ തീരപ്രദേശങ്ങളിലൂടെ നടന്നുപോയിട്ട് തൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഈശോ ഗലീലയെ കടൽ തീരത്തൂടെ നടന്നുപോവുകയാണ്. അപ്പൊ ഈശോ ഇങ്ങനെ ആദ്യം അന്ത്രയോസിനെ കാണുകയാണ്. അന്ത്രയോസിനെ അവന്റെ ഷിമിയോനും അന്ത്രയോസും നിൽക്കുന്നത് കാണുന്നു. ഈശോ അവരോട് പറയുന്നു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അങ്ങനെ അവര് വലകൾ ഉപേക്ഷിച്ച് ഉടനെ തന്നെ അവനെ അനുഗമിക്കുകയാണ്. കുറച്ചു ദൂരം കൂടി കടന്നുപോയി കഴിയുമ്പോൾ സെബദി പുത്രന്മാരായ യാക്കോബിനെയും അവന്റെ സഹോദരൻ യോഹന്നാനെയും ഈശോ കാണുന്നു. ഈശോ അവരോടും തന്നെ അനുഗമിക്കുക എന്ന് പറയുന്നു. അവരെ വഞ്ചിയിലിരുന്ന് വല നന്നാക്കിയായിരുന്നു, കേടുപോക്കുകയായിരുന്നു. ഉടനെ അവരും ഈശോ വിളിച്ചത് കേട്ട ഉടനെ തന്നെ ഈശോടൊപ്പം യാത്ര തിരിച്ചു. ഇതാണ് നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷ ഭാഗം. ഇത് നമ്മൾ പല രീതിയിൽ ദൈവവിളിയെക്കുറിച്ചും ആത്മീയ ജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ വ്യത്യസ്തങ്ങളായ രീതിയിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇന്നിവിടെ ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ഒരു പുതിയ ആരാധനാക്രമ വർഷത്തിന്റെ ഒരു പുതിയ സീസണിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം വായിക്കുന്ന വായനയാണ്. നമ്മൾ പല കാര്യങ്ങളിൽ വ്യാപൃതരാണ്, പല തിരക്കുകളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള ആകുലതകളുണ്ട്. നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കൂട്ടരെയും ഈശോ വിളിക്കുമ്പോൾ അവർ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഷിമിയോനെയും അന്ത്രയോസിനെയും വിളിക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, അവര് മലയെറിയുകയായിരുന്നു. മറ്റേ സഹോദരന്മാരെ യാക്കോബിനെയും യോഹന്നാനെയും വിളിക്കുമ്പോൾ അവർ മലയുടെ കേടുപോക്കുകയായിരുന്നു. ഇതിങ്ങനെ വളരെ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരിങ്ങനെ അവരുടെ വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് ഇതൊക്കെ റെഡിയാക്കിയിട്ട് വേണം, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നീട് അവരുടെ അന്നത്തെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടേണ്ടതും ജീവിക്കേണ്ടതും ഒക്കെ. അവർ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈശോ അതിനേക്കാൾ സീരിയസ് ആയ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്, എന്നെ അനുഗമിക്കുക എന്നുള്ളത്. ഇപ്പോ നമ്മള് ഇത് ഈ ഒരു ആരാധന വർഷവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മളുടെ അനുദിന ജീവിതത്തിലെ ഒരുപാട് ആകുലതകളും, വളരെ പ്രധാനമായിട്ടും നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ആകുലതകൾ, നമ്മുടെ കുടുംബവുമായിട്ട് ഉപജീവനവുമായിട്ട് ബന്ധപ്പെട്ട ആകുലതകൾ, അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള ആകുലതകൾ എന്നൊക്കെ പറയുന്നത്. ഈ ആകുലതകൾ ഇങ്ങനെ ഉണ്ടായിരിക്കൽ തന്നെ ഈശോ അവരെ വിളിക്കുക, അപ്പൊ അവരെ അനുഗമിക്കുന്നു. അപ്പൊ നമ്മളുടെ എല്ലാ തിരക്കുകളുടെയും, എല്ലാ ആകുലതകളുടെയും, എല്ലാ വലിയ ഉത്തരവാദിത്തങ്ങളുടെയും ഒക്കെ ഇടയിൽ ഈശോ നമ്മൾ വിളിക്കുന്നുണ്ട്, എന്നെ അനുഗമിക്കുക, ബാക്കി ഞാൻ നോക്കിക്കോളാം. പിന്നെ ഈ സുവിശേഷ ഭാഗത്ത് പിന്നെ ഇവര് മീൻ പിടിക്കാൻ പോയതിന്റെ, അല്ലെങ്കിൽ ഇവര് എങ്ങനെ ഇവരുടെ കുടുംബത്തെ ഇവരെ സഹായിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും പിന്നെ ചർച്ചയില്ല. ഇവർ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടാവും ഇടയിൽ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഏർപ്പെട്ടുണ്ടാവും. അവരുടെ കുടുംബത്തെ അവർ നോക്കിയിട്ടുണ്ട്, ഒന്നും നോക്കിയില്ല എന്നുള്ളതല്ല. പക്ഷേ അതിനേക്കാൾ സീരിയസ് ആയിട്ട് പിന്നീട് അങ്ങോട്ട് സുവിശേഷത്തിൽ എഴുതുന്നത് ഇവർ ഈശോയുടെ പുറകെ പോയപ്പോൾ നടന്ന കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോ ആ കാഴ്ചപ്പാടില് ഈ പറയുന്ന എല്ലാ ആകുലതകളെക്കാളും പ്രധാനപ്പെട്ടതാണ് യേശുവിനെ അനുഗമിക്കുക എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സുവിശേഷം നമുക്ക് നൽകുന്നത്. നമ്മളിങ്ങനെ ഒരു പുതിയ സീസണിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആണ്ടുവട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ സുവിശേഷഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ആകുലതകളുണ്ട്, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, ഉപജീവനത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ടായിരിക്കട്ടെ. പക്ഷേ ക്രിസ്തുവിനെ അനുഗമിക്കുക, യേശുവിനെ അനുഗമിക്കുമ്പോൾ അവനെല്ലാം നോക്കിക്കൊള്ളും. നമ്മൾ സാധാരണ ഇങ്ങനെ തമാശയ്ക്കല്ല, വളരെ സീരിയസ് ആയിട്ടൊക്കെ പറയുന്ന കാര്യമാണ്. ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാരോട് പറയും, ഇങ്ങനെ വാകീറിയവൻ അറിയാൻ വയറ് നിറയ്ക്കാൻ. അത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അതവൻ നോക്കിക്കൊള്ളും. നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. എന്നിട്ട്
ഈശോ അനുഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാളുടെ ഉത്തരവാദിത്തങ്ങൾ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഈശോ നോക്കിക്കോളും. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ആകുലപ്പെടേണ്ട ആവശ്യമില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈശോയെ അനുഗമിക്കുക എന്ന് പറയപ്പെടുന്ന ആ യാത്രയുടെ തുടക്കം അവൻ വിളിക്കുന്നു, എന്നെയും നിന്നെയും. നമ്മെ വിളിക്കുന്ന നാഥനോടൊപ്പം നമുക്ക് നടന്നു തുടങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.